നമസ്കാരം. ഒരു നിമിഷം കണ്ണടച്ച് സങ്കല്പിക്കുക. 54 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനെ തൊട്ട ആ ചരിത്ര നിമിഷം. അന്നത്തെ ആവേശം കെട്ടടങ്ങും മുൻപേ മറ്റൊരു അതിഗംഭീര യാത്രയ്ക്ക് വീണ്ടും നാസ ഒരുങ്ങുന്നു. ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട്. ചന്ദ്രനിലേക്ക് പറന്നെടുക്കാൻ ഒരുങ്ങി നിൽക്കുന്ന 4 ഹീറോകളിൽ ഒരാൾ ഒരു ലേഡി സൂപ്പർ സ്റ്റാറാണ്. ആർടെമിസ് 2 എന്ന പേരിൽ ചന്ദ്രനെ ലക്ഷ്യമാക്കി കുതിച്ചുയർന്ന ഈ ദൗത്യം കേവലം ഒരു യാത്രയല്ല, വരാനിരിക്കുന്ന വലിയ സ്വപ്നങ്ങളുടെ ഒരു ട്രെയിലർ കൂടിയാണ്. ക്രിസ്റ്റീന കോച്ച്, വിക്ടർ ഗ്ലോവർ, റീഡ് വിസ്മാൻ, ജെറമി ഹാൻസൺ, ബഹിരാകാശ ലോകത്തെ ഈ 4 സൂപ്പർ താരങ്ങളാണ് ഈ ദൗത്യത്തിലെ പ്രധാനികൾ. ഓരോരുത്തർക്കും പറയാനുണ്ട് ചരിത്രത്തിൽ ഇടം നേടിയ പ്രത്യേകതകൾ. പ്രത്യേകിച്ച് ചന്ദ്രനിലേക്കൊരു യാത്രയിൽ പങ്കാളിയാകുന്ന ആദ്യ വനിത എന്ന ഖ്യാതിയോടെ ക്രിസ്റ്റീന കോച്ച് വരുമ്പോൾ അതൊരു സാധാരണ സംഭവം പോലുമല്ല. അമേരിക്കൻ പൗരനല്ലാത്ത ആദ്യ സഞ്ചാരി എന്ന ഖ്യാതിയും ഈ സംഘത്തിനുണ്ട്. 10 ദിവസത്തോളം നീളുന്ന ഈ ദൗത്യത്തിൽ ഇവർ ചന്ദ്രനിൽ ഇറങ്ങില്ലെന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് നിരാശ തോന്നിയേക്കാം. പക്ഷെ ഇതൊരു ഫ്ലൈ ബൈ മിഷനാണ്. ഭാവിയിലെ ചന്ദ്രയാത്രകൾക്കുള്ള അടിത്തറ പാകുക, ബഹിരാകാശ പേടകത്തിന്റെ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ, ആശയവിനിമയ സംവിധാനങ്ങൾ, നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിച്ച് ഉറപ്പുവരുത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ചന്ദ്രന് ചുറ്റും അതിവേഗം കറങ്ങി ഡീപ് സ്പേസ് സാഹചര്യങ്ങളെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് തിരികെ ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്ന ഒരു റിഹേഴ്സൽ. അതാണ് ആർടെമിസ് 2. ഈ ദൗത്യത്തെ ചന്ദ്രനിലേക്ക് എത്തിക്കുന്നത് 32 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള ഭീമാകാരനായ സ്പേസ് ലോഞ്ച് സിസ്റ്റം റോക്കറ്റാണ്. ലോഞ്ച് പാഡിൽ നിന്നും പറന്നുയരുന്നതിന് മുൻപ് ചില സാങ്കേതിക കുരുക്കുകൾ ഈ ഭീമനെ അല്പം വലച്ചെങ്കിലും ഫെബ്രുവരിയിലെ ഹൈഡ്രജൻ ഇന്ധന ചോർച്ചയും ഹീലിയം ഫ്രഷറൈസേഷൻ ലൈനിലെ തടസ്സവും അതിജീവിച്ചുകൊണ്ട് എല്ലാ അറ്റകുറ്റപ്പണികളും പൂർത്തിയാക്കി ഈ താരം വീണ്ടും കരുത്താർജിച്ച് ലോഞ്ച് പാഡിലേക്ക് മടങ്ങിയെത്തി. വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ടു പോകുന്ന ഒരു യഥാർത്ഥ സൂപ്പർ സ്റ്റാറിനെ പോലെ. 1968-നും 1972-നും ഇടയിൽ അപ്പോളോ ദൗത്യങ്ങൾ ചന്ദ്രനിലേക്ക് പുരുഷന്മാരെ മാത്രമാണ് അയച്ചിരുന്നതെങ്കിൽ ആർടെമിസ് ഈ ചരിത്രത്തിന് ഒരു പുതിയ മുഖം നൽകുന്നു. സ്ത്രീശക്തിയുടെയും വൈവിധ്യത്തിന്റെയും പ്രാധാന്യം വിളിച്ചോതിക്കൊണ്ട് ക്രിസ്റ്റീന കോച്ച് ഈ ദൗത്യത്തിൽ ഭാഗമാകുമ്പോൾ ബഹിരാകാശ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം കുറിക്കപ്പെടുന്നു. 10 ദിവസത്തെ ഈ സാഹസിക യാത്രയുടെ അവസാനം ഓറിയോൺ ക്യാപ്സ്യൂൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോൾ പസഫിക് സമുദ്രത്തിൽ പതിക്കുന്നതിന് മുൻപ് അതിന്റെ ഹീറ്റ് ഷീൽഡിന്റെ പ്രകടനം വിദഗ്ധർക്ക് വിലയിരുത്താൻ സാധിക്കും. ഇതൊരു വലിയ പരീക്ഷണം തന്നെയാണ്. മനുഷ്യന്റെ ചന്ദ്രനിലേക്കുള്ള അടുത്ത വലിയ കുതിപ്പിന് കളമൊരുക്കുകയാണ് ഈ ദൗത്യം. ലാൻഡിംഗ് എന്ന സ്വപ്നത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ ആർടെമിസ് 2 എത്രത്തോളം നിർണായകമാകുമെന്ന് കാത്തിരുന്നു കാണാം. ബഹിരാകാശ ലോകം പുതിയ താരങ്ങളെയും പുതിയ സ്വപ്നങ്ങളെയും കാത്തിരിക്കുകയാണ്.